നിനക്കിതെന്ത് പറ്റി? എന്തോ ഒരു കള്ളത്തരം പോലെ. ഏയ് ഒന്നുമില്ല ചേച്ചി. ഹലോ. ആ ഓക്കെ ശരിയടി. നീ ഇന്നലെ ഫോൺ വിളിച്ചേ? ചുമ്മാ വിളിച്ചതാ. എന്നാ ഞാൻ പോവാ. നേരെ പോവില്ലേ? അല്ല ഇന്നൊക്കെ ഇത്ര തിരക്ക്. ചേച്ചിയുടെ കളിക്കാനാടി. നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. പിന്നെ ഞാനില്ലേ? ആ നീ? ഞാനേ? ആ ഞാനില്ലേ? ആ നീ? ഞാൻ. എന്റെ പൊന്നും വെച്ചു ഒന്ന് പറയാ. കൊറേ നേരമായി ഞാൻ നീന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടാ. ഞാൻ പറയാം. ഇന്ന് ഞാൻ നിങ്ങളെ വീട്ടിൽ കളിക്കാൻ വന്നോട്ടെ. എന്റെ പൊന്നെ ഇത് പറയാനാണ് ഇത്ര നേരം നീ എന്നെ ഇവിടെ വിളിച്ചോണ്ട് വന്നേ. നീ പറ. ആ നീ വാ. ആ ഞാൻ പോവാണേ. ആ അല്ല. ഓ ശേ പോയി. എന്താണ് അനക്കം? ചേച്ചിയുടെ ഉണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. എന്നാ വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. എന്നാലും എന്തൊരു ചുറ്റിക്കളി. എന്ത് ചുറ്റിക്കളി? ഇവിടെ പോവാത്തെ. എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. അല്ല നീ എന്തിനാ എന്നെ ചോദ്യം ചെയ്യുന്നേ? ഞാൻ നിന്റെ ചേച്ചിയല്ലേ? ആ ചേച്ചിയാണെന്നെ ചോദ്യം ചെയ്തേ. നീ പൊടി ഉണ്ടക്കണ്ണി. ഇത്രയോട് നാള് പോയോ? എന്താ വരാത്തെ? ആ മിച്ചു നീ എന്താ ഇന്ന് നേരത്തെ വന്നേ? ഓ വീട്ടിൽ കുറച്ച് നേരത്തെ ആയിപ്പോയി. നീ ഫുഡ് കഴിച്ചോ? ആ കഴിച്ചു. അല്ല നിന്റെ ചേച്ചി എന്തേ? ആ
അതെവിടെയെങ്കിലും കാണും. അതെവിടെയെങ്കിലും കാണുമോ? ജലജായ്ക്ക് ഒരു പണി കൊടുക്കണമല്ലോ. കഴിഞ്ഞ ദിവസമാണ് എന്റെ തലയും കൂടെ അവിടെ എടുപ്പിച്ചു. പണി വരുന്നുണ്ട് കേട്ടോ. എടി, നമുക്ക് ഷട്ടിൽ കളിച്ചാലോ? എടാ ദിൽജെ, നിന്നോട് അമ്മ കുളിക്കാൻ പറഞ്ഞു കേട്ടോ. ആ, ഞാൻ ഇപ്പൊ കുളിക്കില്ല, കുറച്ച് കണ്ട് കുളിച്ചോളാം ചേച്ചി. അതൊന്നും പറഞ്ഞാൻ പറ്റില്ല. നീ ഇപ്പൊ തന്നെ പോയി കുളിക്കുക, അല്ലെ അമ്മയുടെ വഴക്ക് കേട്ടോ. ഞാൻ പോയി കുളിക്കാം. മിച്ചു, മിച്ചു ഇങ്ങ് വന്നേ. എന്താ ചേച്ചി? ഞാനില്ലേ ഒരു കാര്യം പറഞ്ഞാ നീ ചെയ്യുവോ? എന്താ ചേച്ചി, പറഞ്ഞോളൂ. എന്താന്ന് ചോദിച്ചാല് ദിൽജയ്ക്ക് ഒരു പണി കൊടുക്കണം. കാരണം എന്താന്ന് ചോദിച്ചാണല്ലോ, അവൾക്ക് ഇപ്പൊ എന്നോട് കുറച്ച് കുശുമ്പ് കൂടുതൽ, ചുമ്മാ വഴക്കുണ്ടാക്കുവാണ്. അതുകൊണ്ട് എന്തായാലും ഒരു പണി കൊടുക്കണം. അല്ല, എന്ത് പണിയാ കൊടുക്കുന്നേ? എന്തു പണിയാന്ന് ചോദിച്ചാൽ പടം. പടവോ? അതെ, പടം. അവൾക്കാണെ പടം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവള് വരച്ച പടങ്ങളിൽ അവള് സൂക്ഷിച്ചും വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ നമുക്ക് പണി കൊടുക്കാം. ചേച്ചി, അവള് കഷ്ടപ്പെട്ട് വരച്ചല്ലേ? അതും ശരിയാ. അല്ല വേണ്ട, അവള് വരച്ച മൊത്തം പടം വേണ്ട, 2-3 പടത്തിന് നമുക്ക് പണി കൊടുക്കാം. ശരി ചേച്ചി, പോയി കുളിക്കും. ആ ഓക്കെ, ഞാൻ കുളിക്കാൻ തന്നെ പോവാ. ഭാവിച്ചു നമുക്ക് കളിക്കാം. കുളിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം. ഇത് തന്നെ ഞാൻ ഉദ്ദേശിച്ച സാധനം. ഇതിലിപ്പോ കൊറേ പടം ഉണ്ടല്ലോ. ഇത് വേണ്ട, ഇത് നല്ല പടം, അതുകൊണ്ട് ഇത് കുത്തി വരയ്ക്കാം. അല്ല, ഈ നല്ല പടം തന്നെ എടുത്തേക്കാം. ഇത് വേണ്ട, ഇതും നല്ലതാണ്, ഇത് എടുത്തേക്കാം. ഇത് വേണ്ട, ഇത് ചീത്ത. ഇതും കൊള്ളാം. ഇതെന്നതാ? പ്രിയപ്പെട്ട ചേച്ചിക്ക്. പ്രിയപ്പെട്ട ചേച്ചിയോ? ചേച്ചി ഒരു മണ്ടിയാണ്. ഞാനൊരു മണ്ടിയാണെന്നോ? പോ ചേച്ചി ഒരു കഴുതയാണ്. പോ ചേച്ചി ഒരു കഴുതയാണെന്നോ? ചേച്ചി ഒരു പൊടിക്കഴുത. പൊടിക്കഴുതയാണ്. നീ പൊട്ടിക്കഴുതാനാണോ? ചേച്ചി ഒരു പൊടി കഴുത മണ്ടിയാണ്. ചേച്ചി എപ്പോഴും ഒരു മണ്ടി കഴുത പൊടി തവള മണ്ടിക്കഴുതയാണ്. ഇവിടെ നിന്നൊക്കെ എഴുതി വെച്ചേക്കുന്നേ എന്ന് ദിൽജ. അപ്പൊ ദിൽജ തന്നെ. സ്ഥലം തുമ്പമട, വയസ്സ് 7, ജില്ല കോട്ടയം, ഇഷ്ടം പടം വരയ്ക്കാൻ. അവളുടെ ഒരു മണ്ടിച്ചേച്ചി ഇതെന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ആവശ്യം. അവളുടെ പടമല്ലേ, ഞാൻ മൊത്തം പടത്തിലും കുത്തി വയ്ക്കാം. ഇനി പോയി കുളിക്കാം, എന്നിട്ട് പണി കൊടുക്കാം. എടി, ഞാനൊരു കാര്യം പറയട്ടെ. നീ പറ. എനിക്കൊരു പണി കൊടുത്താലോ? പണിയോ? കൊടുക്കാം. അല്ല, എന്ത് പണിയാ കൊടുക്കുന്നേ? ചേച്ചിക്ക് ഒരാള് കത്തെഴുതുന്ന പോലെ എഴുതണം. ആ കത്തില് ചേച്ചിനെ കുറിച്ച് പൊട്ടത്തരങ്ങൾ എഴുതി വെക്കണം. എന്നിട്ട് ആ കത്ത് ചേച്ചിയുടെ ബുക്കിൽ കൊണ്ട് വെക്കണം. ഉണ്ടല്ലോ, ചേച്ചി കത്ത് വായിക്കുമ്പോ ചമ്മിപ്പോക്കോളൂ. അത് കൊള്ളാം. പക്ഷേ എന്ത് പക്ഷേ? ഒരു കുഴപ്പമില്ല. ചേച്ചി എന്റെ സാധനം
പോയതല്ലേ, അത് തന്നെ വേണം. ഞാനിങ്ങനെ എഴുതും. നീ പഠിക്കണം. അത് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് നിന്റെ കൈയക്ഷരത്തിൽ എഴുതിയാൽ മതിയേ ഉള്ളൂ. ഓക്കെ, എന്നാ കാണിക്ക്. അയ്യോ എടി, എടുക്കാൻ മറന്നുപോയി. ഇതാണോ? ആ, ഇത് തന്നെ. താങ്ക് യു എടി. ഇത് ഞാൻ ചേച്ചി കാണാതെ ഒളിപ്പിച്ച്. ഇതാ മിച്ചു. ഇതെന്താടി? അത് കത്ത്. അത് മനസ്സിലായി. അതിന്റെ അകത്ത് എന്നാന്നാ ചോദിച്ചത്? എടി നിൽജി, ഇതുപോലെ പൊട്ടത്തരം എഴുതി വെച്ചിട്ട് ചേച്ചിയുടെ ബുക്കിൽ കയറ്റി വെക്കാനാണോ നിന്റെ പ്ലാൻ? നീ അങ്ങനെയൊക്കെ പറഞ്ഞോ? അല്ല, അത് അല്ല ചേച്ചി, പടം എടുത്തില്ല കുത്തി വരയ്ക്കാൻ. പടവോ? കുത്തി വരയ്ക്കാനോ? എന്റെ പടത്തിൽ കുത്തി വരയ്ക്കൂലേ? നീ എന്നെ കുറിച്ച് കത്തിൽ എന്താ എഴുതിയത്? അയ്യോ, ഇനി ഓടാൻ വഴിയില്ല. അല്ല, നമ്മുടെ രണ്ടുപേരുടെ പ്ലാൻ കളിക്കുക മിച്ചു അല്ലേ? അതും ശരിയാലോ. അപ്പൊ നമുക്ക് ആ മിച്ചുനെ അല്ലേ ആദ്യം കൊടുക്കേണ്ട പറഞ്ഞ? ആ, അത് തന്നെ. ഞാൻ കാര്യം അവർ രണ്ടുപേരും കൂടി ഓടിയത്. മിച്ചു